ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ലാഫർ കർവ് ആണ്. അപ്പോ എന്താണ് ലാഫർ കർവ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. ലാഫർ കർവ് എന്നുള്ള കോൺസെപ്റ്റ് കാണിക്കുന്നത് തന്നെ ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ലാഫർ കർവ്. എന്തൊക്കെയാണ് ഈ രണ്ട് വേരിയബിൾസ് എന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത്തത് ടാക്സ് റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ടാക്സേഷൻ, ടാക്സ് റേറ്റ്. രണ്ടാമത്തെ വേരിയബിൾ റിസൾട്ടിംഗ് ലെവൽസ് ഓഫ് ഗവൺമെന്റ് റവന്യൂ, അതായത് ടാക്സ് റവന്യൂ. അപ്പോ നിങ്ങൾ ബഡ്ജറ്റ് സ്പീച്ചസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് റേറ്റിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇൻകം ടാക്സിന്റെ കേസിൽ തന്നെ നമുക്ക് ഒരു ടാക്സ് സ്ലാബ് ഉണ്ടായിരിക്കും. ഇത്ര മുതൽ ഇത്ര വരെ ഇൻകം ആണെങ്കിൽ നിങ്ങൾ ആ ഇൻകത്തിന്റെ ഇത്ര ശതമാനം ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കുക, അല്ലെ? അപ്പോ മിക്കവാറും നമ്മളൊരു പ്രോഗ്രസീവ് ടാക്സേഷൻ സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മുടെ ടാക്സ് പേയ്മെന്റും കൂടുന്നുണ്ടായിരിക്കും, ടാക്സ് റേറ്റും കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ടാക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന് ഒരു ഇൻകം ആണ്, ഗവൺമെന്റിന് ഒരു സോഴ്സ് ഓഫ് റവന്യൂ ആണ്. അപ്പാർട്ട് ഫ്രം ടാക്സ് വേറെ സോഴ്സസ് ഓഫ് റവന്യൂ ഗവൺമെന്റ് ഉണ്ടാവും. അതായത് നോൺ ടാക്സ് റവന്യൂസ് ലൈക്ക് ഫീസ് ഉണ്ടാവും, ഫൈൻ ഉണ്ടാവും, പെനാലിറ്റി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് അതർ സോഴ്സ് ഓഫ് റവന്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് നോക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ടാക്സ് റേറ്റ് ആൻഡ് ടാക്സ് റവന്യൂ. ഈ റിലേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർതർ ലാഫർ എന്ന ഒരു ഇക്കോണമിസ്റ്റ് 1979 കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് ലാഫർ കർവ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ കർവ് അറിയപ്പെടുന്നത്. ആർതർ ലാഫർ അതായത് അദ്ദേഹം കളക്ട് ചെയ്ത ഡേറ്റ, ടാക്സ് റേറ്റിനെ പറ്റിയിട്ടും ടാക്സ് റവന്യൂവിനെ പറ്റിയിട്ടും കളക്ട് ചെയ്ത ഡേറ്റ അദ്ദേഹം പ്ലോട്ട് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ഒരു ഔട്ട്പുട്ട് ആണ് നമ്മൾ ഇവിടെ ലാഫർ കർവിന്റെ ഫോമിൽ പഠിക്കുന്നത്. സോ ലാഫർ കർവ് ശരിക്കും പറഞ്ഞാൽ ടാക്സ് കട്ടിനായിട്ട് 1980s റൊണാൾഡ് റീഗൻ അഡ്മിനിസ്ട്രേഷൻ യൂസ് ചെയ്ത ഒരു പെർട്ടിക്കുലർ ടൂൾ ആണ്. അപ്പോൾ എന്താണ് ഇതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഗ്രാഫിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ടാക്സ് റേറ്റിനെ എക്സ് ആക്സിസിലും ടാക്സ് റവന്യൂവിനെ വൈ ആക്സിസിലും റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ കാണുന്നതാണ് ലാഫർ കർവ് എന്ന് പറയുന്നത്. എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ടാക്സ് റേറ്റ് എക്സ് ആക്സിസിലും ടാക്സ് റവന്യൂ വൈ ആക്സിസിലും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, അതായത് ഇവർ തമ്മിലുള്ള ടാക്സ് റവന്യൂവും ടാക്സ് റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ ടാക്സ് റേറ്റ് കൂടുമ്പോൾ ടാക്സ് റവന്യൂ കൂടും. പക്ഷെ വീണ്ടും അത് കഴിഞ്ഞ് ടാക്സ് റേറ്റ് കൂടുകയാണെങ്കിൽ ടാക്സ് റവന്യൂ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളിവിടെ സീറോ ടാക്സ് റേറ്റിൽ തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. ജസ്റ്റ് അസ്യൂം ദാറ്റ് there is zero taxation in the economy. അപ്പോ സീറോ ടാക്സേഷൻ അല്ലെങ്കിൽ സീറോ ടാക്സ് റേറ്റ് വരുമ്പോൾ ഈ ഒരു പോയിന്റ് കാണിക്കുന്നതാണ് ടാക്സ് റവന്യൂ സീറോ തന്നെ ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് ഈ പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് മാറ്റം വരുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ടാക്സ് റേറ്റ് ടാക്സ് റവന്യൂ ഒക്കെ മാറുന്നത്. ജസ്റ്റ് നമ്മൾ ഓരോ പോയിന്റും കുറച്ച് പോയിന്റ്സ് നമുക്ക് ഈ കർവിൽ എടുക്കാം, എന്നിട്ട് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിവിടെ 3 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഏർലിയർ പോയിന്റ് എ ആയിട്ട് എടുക്കാം. ഇത് സീറോ ടാക്സ് റേറ്റ് സീറോ ടാക്സ് റവന്യൂ പോയിന്റ് ആണ്. അവിടെ നിന്ന് നമുക്ക് ബിയിൽ പോകണം, അത് കഴിഞ്ഞ് സിയിൽ പോകണം, അത് കഴിഞ്ഞിട്ട് ഡിയിൽ പോകണം. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബിയിൽ വരുമ്പോൾ നമ്മൾ ബിയിലാണെന്ന് വിചാരിക്കുക. നമുക്ക് ഇത്രയും ആയിരിക്കും നമ്മുടെ ടാക്സ് റേറ്റും ടാക്സ് റവന്യൂ. നമ്മുടെ ടാക്സ് റേറ്റ് ഇത്രയും ഉണ്ടാവും, ടാക്സ് റവന്യൂ ഇത്രയും ഉണ്ടാവും, അല്ലെ? ഇത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റീൽ ഇക്കോണമി എത്തുമ്പോൾ ടാക്സ് റേറ്റ് ഇത്രയും ഉണ്ടാവും ആൻഡ് ടാക്സ് റവന്യൂ ഇത്രയും ഉണ്ടാവും,
അല്ലെ? അതായത് ഇത്ര മാത്രം ഉണ്ടാവും നമ്മുടെ ടാക്സ് റവന്യൂ. ഇനി ഇത് കഴിഞ്ഞ് ഡീല് വരുമ്പോ എന്ത് സംഭവിക്കും? ഡീല് വരുമ്പോ ടാക്സ് റേറ്റ് മാക്സിമം ആവും, പക്ഷേ ടാക്സ് റവന്യൂ കുറയുന്നു. അതായത് ഈ കർവ് പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ലാഫറിന്റെ ലാഫർ കർവ് പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ ടാക്സ് റേറ്റ് കൂട്ടുന്നതനുസരിച്ച് ടാക്സ് റവന്യൂ എന്നെന്നും കൂടിക്കൊണ്ടേയിരിക്കില്ല. ഒരു ഒപ്റ്റിമൽ ടാക്സ് റേറ്റ് ഇക്കോണമിയിൽ ഉണ്ടായിരിക്കും. ഈ ഒപ്റ്റിമൽ ടാക്സ് റേറ്റ് നമ്മൾ എത്തുമ്പോഴേക്കും നമുക്ക് മാക്സിമം റവന്യൂ ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ ഒപ്റ്റിമൽ പോയിന്റ്, ഈ കർവിന്റെ മാക്സിമം പോയിന്റ്. സോ നമുക്കത് ടി എന്ന് വിളിക്കാം. സോ ടി എന്ന് പറയുന്ന ഒപ്റ്റിമൽ ടാക്സ് റേറ്റ്, ഇപ്പൊ ടിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാക്സ് റേറ്റ് ഇത്ര മാത്രമാണ്. അപ്പോ ഈ ഒപ്റ്റിമൽ ടാക്സ് റേറ്റ് നമ്മൾ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ ഈ ഡയഗ്രാം എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടി, അതായത് ഒപ്റ്റിമൽ ടാക്സ് റേറ്റ്. സോ ഇത്രയും ആയിരിക്കും നമ്മുടെ ടാക്സ് റേറ്റ്, അല്ലെ? ഇത്രയും ആയിരിക്കും നമ്മുടെ ടാക്സ് റേറ്റ്. അവിടുത്തെ മാക്സിമം ടാക്സ് റവന്യൂ നമുക്ക് കിട്ടും. പക്ഷെ എന്ത് സംഭവിക്കും? ഈ ഒപ്റ്റിമൽ ടാക്സ് റേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ടാക്സ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത്രയുമായിട്ട് ടാക്സ് റേറ്റ് കൂട്ടുന്നു എന്ന് വിചാരിക്കാം. ഇത്രയുമായിട്ട് ടാക്സ് റേറ്റ് കൂട്ടി, ഇതിന് കറസ്പോണ്ടിങ് ലെവലിൽ നമുക്ക് ഒരു പോയിന്റ് ഈ കർവിൽ ഉണ്ടായിരിക്കും. അത്ര മാത്രമേ നമുക്ക് റവന്യൂ ഉണ്ടാവൂ. ഇപ്പൊ റവന്യൂ ഇത്ര മാത്രമേ കിട്ടത്തുള്ളൂ. ടാക്സ് റേറ്റും ടാക്സ് റവന്യൂവും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് ഓൾവേസ് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കത്തില്ല. ഈ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് പറയുന്നത്. ഗവൺമെന്റിന് എപ്പോഴും ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ടാക്സ് റേറ്റ് കൂട്ടുന്നതനുസരിച്ച്. ഒള്ളി ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഇത് സാധ്യമാണ്. ഇതാണ് നമ്മുടെ ലാഫർ കർവ് പറയുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗവൺമെന്റിന് അവർക്ക് ടാക്സ് റവന്യൂ മാക്സിമൈസ് ചെയ്യണം എന്നുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അവരുടെ മെയിൻ ടാക്സേഷൻ പോളിസി എങ്ങനെയായിരിക്കണം എന്നാണ്? അവരുടെ ടാക്സ് റേറ്റ് ഒപ്റ്റിമൽ ആയിരിക്കണം. ഒപ്റ്റിമൽ ടാക്സ് റേറ്റ് ആണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ ഇക്കോണമിക്ക് അവരുടെ ടാക്സ് റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. എന്നാണോ ഈ ഒപ്റ്റിമൽ ടാക്സ് റേറ്റിനേക്കാൾ കൂടി ഒരു ടാക്സ് റേറ്റ് ഇക്കോണമിയിൽ വെക്കുന്നത്, അപ്പോൾ ടാക്സ് റവന്യൂ കുറയുകയേ ചെയ്യുള്ളൂ. അതായത് നമ്മുടെ ലാഫർ കർവിന്റെ കർവേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് നമുക്ക് ടാക്സ് റവന്യൂ കൂട്ടണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യാം. പക്ഷെ അത് നമ്മുടെ ടാക്സ് റവന്യൂ ടാക്സേഷൻ പോളിസിയുടെ റിലേഷൻ നോക്കിയിട്ട് മാത്രമായിരിക്കണം. നമുക്കൊരു മാക്സിമം പീക്ക് പോയിന്റ് ഉണ്ട്, അല്ലെ? മാക്സിമം പീക്ക് പോയിന്റ് ഉള്ള ആ പീക്ക് പോയിന്റ് വരെ മാത്രമേ നമുക്ക് ഇത് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നാണ് ലാഫർ കർവ് പറയുന്നത്. സോ അതാണ് ലാഫർ കർവിന്റെ മെയിൻ ഐഡിയ. സോ ഇത്രയും വരെ നമുക്ക് തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യാം ടാക്സ് റേറ്റ്, ഇത്രയും വരെ ഇൻക്രീസ് ചെയ്യാം. ബട്ട് അത് കഴിഞ്ഞ് ഒരിക്കലും ഇൻക്രീസ് ചെയ്യാൻ പാടില്ല, കാരണം ടാക്സ് റവന്യൂ കുറയും. സോ വളരെ എളുപ്പമുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഇതിന്റെ ക്രിറ്റിസിസംസ് എന്താന്ന് വെച്ചാൽ, ടാക്സ് റവന്യൂ ടാക്സ് റേറ്റ് എന്ന് പറയുന്ന ഈ രണ്ട് വേരിയബിൾസ് നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ ലാഫർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പക്ഷേ ഈ ഒരു ഐഡിയക്ക് ഒരുപാട് ക്രിറ്റിസിസംസ് നമുക്ക് പിന്നീടായിട്ട് കാണാൻ പറ്റും. അതായത് ഇങ്ങനെ നമ്മൾ ടാക്സ് റേറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഇനിക്വാലിറ്റി ഉണ്ടാവും, ഇൻകം ഇനിക്വാലിറ്റി ഉണ്ടാവും. അതായത് നമ്മൾ ഇവിടെ പ്രോഗ്രസീവ് ടാക്സേഷനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ടാക്സ് റേറ്റ് റിച്ച് ക്ലാസ്സിനെ റെഡ്യൂസ് ചെയ്താൽ അവർ റിച്ച് ആയിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് നമ്മുടെ റിച്ച് പുവർ ഡിവൈഡ് അവിടെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതൊരു വലിയ ക്രിറ്റിസിസം ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ടാക്സ് റേറ്റ് അല്ലാതെ നമ്മുടെ ഇക്കോണമിയെ ബെനിഫിറ്റ് ചെയ്യാനായിട്ട്, ഗവൺമെന്റിനെ ബെനിഫിറ്റ് ചെയ്യാനായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ടാക്സേഷൻ അല്ലാതെ ഇപ്പൊ ഒരാളുടെ വർക്കിനെ എടുക്കുകയാണെങ്കിൽ, അയാൾ എത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്ന എടുക്കുകയാണെങ്കിൽ അയാളെ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ വർക്കിംഗ് അവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ടാക്സേഷൻ എന്നുള്ള ഒരു സിംഗിൾ വേരിയബിൾ മാത്രമല്ല, മറ്റ് ഒരുപാട് വേരിയബിൾസും ഇവിടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ലാഫർ അതൊന്നും എടുക്കുന്നില്ല.
അടുത്തത് lower taxation cause few people to relax more than work, mainly at higher remuneration or income. So നമ്മൾ lower taxation പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഫ്യൂ പീപ്പിൾ മാത്രം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ടാക്സ് കുറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഓക്കെ ടാക്സ് ഇല്ലല്ലോ, വളരെ ടാക്സ് ഇപ്പൊ കുറവാണല്ലോ. അപ്പൊ ചിലര് വിചാരിക്കും ഓക്കെ ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്യാം, കാരണം എന്റെ ഇൻകം കൂടും, ഇൻകം കൂടിയാൽ കൂടിയ ലോവർ ടാക്സേഷനല്ലേ അവിടെ വരത്തുള്ളൂ. ചിലര് വിചാരിക്കും ഓക്കെ ടാക്സ് കുറവല്ലേ, അപ്പൊ എനിക്ക് അത്രമാത്രം എന്റെ ഡിസ്പോസിബിൾ ഇൻകം എന്റെ എക്സിസ്റ്റ് ചെയ്യുന്ന സാലറിയിൽ നിന്ന് തന്നെ നമുക്ക് കൂട്ടാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോ ഓവർ ടൈം വർക്ക് ചെയ്യണോ? അപ്പൊ ഇങ്ങനെ രണ്ട് കാറ്റഗറി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഒരു കോൺട്രാസ്റ്റ് ചിലപ്പോ ഈ ഒരു ലാഫർ കർവ് എന്നുള്ള ഒരു ആസ്പെക്ട് എടുക്കുമ്പോൾ അവിടെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ മൈഗ്രേഷന്റെ ആസ്പെക്ട് എടുക്കുകയാണെങ്കിൽ സ്കിൽഡ് വർക്കേഴ്സിന്റെ മൈഗ്രേഷനും ടാക്സ് റേറ്റും തമ്മിൽ, എസ്പെഷ്യലി ഇൻകം ടാക്സ് റേറ്റും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ മൈഗ്രേഷൻ സ്കിൽഡ് വർക്കിന്റെ ഇൻകം ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒരു ലാഫർ കർവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന സോളിഡ് എവിഡൻസ് ഒന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ തന്നെ ലാഫർ കർവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നു. ഇതാണ് ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു റിക്വസ്റ്റ് ആയി എടുക്കണം. അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ ലേൺ എക്കണോമിയ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടും. ഒരുപാട് മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ലേൺ എക്കണോമിയ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ഒരു വീഡിയോയിലൂടെ പുതിയൊരു ടോപ്പിക്ക് പഠിക്കാം. ബൈ ബൈ.